ബി.ജെ.പി. വിരിച്ച വലയിൽ അരവിന്ദ് കെജ്രിവാൾ മുങ്ങിപ്പോയെന്ന് കരുതിയെങ്കിൽ അത് തെറ്റി. ബി.ജെ.പിക്കാർക്കും മോദിക്കുമല്ല. അങ്ങനെ ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും തന്റെ സ്ഥാനത്ത് തുടരുമെന്ന് പറയുന്ന കെജ്രിവാളിനെയാണ് എല്ലാവരും കാണുന്നതും എ.ഐ.പിയുടെ ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യങ്ങളുമാണ് നടക്കുന്നത്. അതായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഹൈക്കോടതിയുടെ ചില നിലപാടുകൾ. അതെന്താണെന്ന് നോക്കാം. ഇതോടെ കസേര തെറിക്കുമെന്ന് കരുതുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ബി.ജെ.പിക്കും മറ്റു രാഷ്ട്രീയ നിരീക്ഷകർക്കും ഷായ്ക്കുമെല്ലാം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് നമ്മൾ ഓർക്കണം, ജയിലിൽ കഴിയുമ്പോൾ തന്നെ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച് ആ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിൽ തുടരണോ എന്നോ അല്ലെങ്കിൽ തുടരണ്ട എന്നോ തീരുമാനിക്കുന്നത് ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ആണ്. ആ ഒരു വിഷയം ഈ ദിവസങ്ങളിൽ ചർച്ചയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 3 തവണ ഒരു ഹർജിക്കാരൻ, ഈ എ.ഐ.പിയുടെ മുൻ എം.എൽ.എ. ആയിട്ടുള്ള ഒരു ഹർജിക്കാരൻ സന്ദീപ് കുമാർ പോയിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്, ഹൈക്കോടതിയിൽ ആദ്യം ചെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ മാറ്റണം. അപ്പം അവരത് തള്ളുകയും ചെയ്തു. രണ്ടാമതും ചെന്നു ഹൈക്കോടതിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതേണക്ക് തന്നെയാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിനെ മാറ്റണം, അതും തള്ളി. എന്നാൽ 3ാമത്തെ പ്രാവശ്യം ഇത്രയൊക്കെ നടന്നിട്ടും വീണ്ടും ചെന്നിരിക്കുകയാണ്, വീണ്ടും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹർജിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റണം എന്നുള്ളത്. എന്നാൽ ഹൈക്കോടതി നടത്തിയത് എന്താണ്? ഹൈക്കോടതി പറഞ്ഞ നിലപാട് എന്താണ്? ഹൈക്കോടതി പറഞ്ഞ നിലപാടാണ് ഇപ്പൊ എ.ഐ.പി. പാർട്ടിക്കും അല്ലെങ്കിൽ എ.ഐ.പി. നേതാക്കൾക്കും കെജ്രിവാളിനുമെല്ലാം ആശ്വാസം എന്ന് പറയുന്ന കാര്യം ആയിരിക്കുന്നത്. നിലവിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആളിക്കത്തുന്ന ഒരു വിഷയമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനവും അവിടുത്തെ നേതാവിന്റെ ഈ ഒരു ജയിലിലാക്കിയിരിക്കുന്ന പ്രശ്നം. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് എങ്ങനെയെങ്കിലും ഡൽഹി പിടിച്ചെടുക്കുക മാത്രമാണ് വേണ്ടത്. അതിനുവേണ്ടി ബി.ജെ.പി. എന്തൊക്കെ പണി പയറ്റാവോ അതെല്ലാം പയറ്റും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു നിലവിൽ ഈ ഒരു മുഖ്യമന്ത്രിയെ മധ്യനായ കേസിൽ അഴിക്കുള്ളിലാക്കിയതും അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ ഒക്കെ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്. മോദി സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും മറച്ചു പിടിച്ചുകൊണ്ട് കെജ്രിവാളിനെ മാത്രം ഇങ്ങനെ ഊന്നിക്കൊണ്ടുവന്ന് നോക്കുകയാണെങ്കിൽ ഇനി ഡൽഹി മാത്രമേ ഉള്ളൂ ബി.ജെ.പിക്ക് കയ്യിൽ വരാൻ. അതുകൊണ്ട് ബി.ജെ.പി. എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുകയാണ് ഡൽഹിയിലെ ഈ ഒരു മോദി നടത്തുന്ന ഒരു കളി എന്ന് പറയുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം എ.ഐ.പി. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലികളുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി. ഡൽഹിയിലെ ഒരൊറ്റ തലവനെ കാണൂ. എല്ലാവരും നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ ഒരു പേരെ ഉന്നയിക്കും അവർ, അത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. ഈ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും പൂട്ടിയാൽ മാത്രമേ ഡൽഹിയിലേക്ക് മോദി സർക്കാരിന് അല്ലെങ്കിൽ മോദിക്ക് ഒരു വാശി ഉണ്ടാകൂ എന്നത് മോദിക്ക് കൃത്യമായി അറിയാമോ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയും മറ്റ് പ്രശ്നങ്ങളും അഴിമതി കേസെല്ലാം കുത്തിപ്പൊക്കുന്നതിനിടയിൽ ഡൽഹിയിലേക്ക് മോദി സർക്കാരും അല്ലെങ്കിൽ അമിത്ഷാ എല്ലാം ഒരു കള്ളത്തരം നടത്തി അങ്ങോട്ടേക്ക് ചാടിയത്. എന്നാൽ അവിടെയും പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെ വന്നാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മോദിക്കും അല്ലെങ്കിൽ ബി.ജെ.പിക്കുമാണ് ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ രൂക്ഷ വിമർശനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ പറഞ്ഞാണ്. ഈ മോദിയോടും അല്ലെങ്കിൽ ബി.ജെ.പിയോടും എങ്ങനെയാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിലപാട് എന്നുള്ളത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ഒരു ഹർജിക്കാരൻ ചെല്ലുകയാണ് ഇവിടെ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നത്. എന്നാൽ ഹൈക്കോടതി 3 തവണയും പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അത് തള്ളിയിരിക്കുകയാണ്. അത് ഞങ്ങളല്ല നോക്കേണ്ടത്, പകരം ആരാ? ഗവർണറോ രാഷ്ട്രപതിയാണ്. ഈ ഗവർണറും രാഷ്ട്രപതിയും വരുന്നത് ആരുടെ കീഴിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പി. സർക്കാരിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും എന്തെങ്കിലും നയതന്ത്രങ്ങൾ ഉൾപ്പെടുത്തി ഈ കോടതിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ കോടതി പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഏറ്റവും ലാസ്റ്റ് ഈ ബുദ്ധിമുട്ട് കാരണം കോടതി തന്നെ എന്ത് ചെയ്ത് അവരങ്ങ് ഇല്ലാണ്ടാക്കുക. അവർ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ 50,000 രൂപ പിഴ അടയ്ക്കണം, ഇല്ലെങ്കിൽ ഇതിനി വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പിഴ അടയ്ക്കേണ്ടി വരും. ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കോടതിക്ക് പറ്റില്ല, അല്ലെങ്കിൽ കോടതിയല്ല അത് ചെയ്യേണ്ട. മുഖ്യമന്ത്രി സ്ഥാനം മാറ്റുന്നത് കോടതിയല്ല, പകരം ആരാണ്? അത് ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് എ.ഐ.പി. പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാളും തന്റെ നേതാക്കളുമാണ്. കാരണം കോടതിയുടെ ഈ ഒരു അല്ലെങ്കിൽ കോടതിയുടെ ഈ ഒരു നിലപാട് കൊണ്ട് തന്നെ ഇപ്പോൾ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം തുടരണം എന്നാണ് ഇതിന് ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇല്ലെങ്കിൽ നോക്കൂ, ഈ ഒരു കോടതി ഒരു നിലപാടെടുക്കുകയാണ്. ഈ മദ്യനയ കേസിൽ, അഴിമതി കേസിൽ ഈ ഒരു മുഖ്യമന്ത്രി, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നു, ഇത്രയും ദിവസം ജയിലിലിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ കോടതിക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി എടുക്കാം, ബി.ജെ.പിക്ക് അനുകൂലമായിട്ടൊരു നടപടി എടുക്കാം. എങ്കിൽ ശരി, ഓക്കെ, കോടതിയുടെ വിധി പ്രകാരം ഇങ്ങനെ അരവിന്ദ് കെജ്രിവാൾ തന്റെ സ്ഥാനത്ത് നിന്ന് മാറണം അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് കോടതിക്ക് കണ്ടുപിടിച്ചെന്ന് പറയാം. പക്ഷേ അതിൽ
BJPക്ക് വലിയ തിരിച്ചടിയായത് കോടതി അതിൽ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ കോടതി യാതൊരു നടപടിയും അതിനെതിരെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് BJP കരുതി കോടതി പറയും ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാൾ മാറണമെന്ന്, അല്ലെങ്കിൽ മാറണം എന്ന് പറയുമെന്ന് ഒരു നിലപാടെടുക്കുമെന്ന് BJP കരുതി. പക്ഷേ ഈ നിലപാടാണ് ഇപ്പോൾ BJPക്ക് തെറ്റിയതും AAP പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസത്തിലായതും. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഡൽഹിയിലെ AAP നേതാക്കളും കേജ്രിവാളും തന്നെയാണ്. അതുകൊണ്ട് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന രീതിയിലാണ് കോടതിയുടെ ഈ ഒരു നിലപാട്. ഇനി നോക്കുകയാണെങ്കിൽ ഈ BJP എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ കള്ളക്കളി നടത്തിയാണ് ഈ ഒരു അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഈ കേസ് എടുക്കുന്നതും. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ BJPക്ക് തിരിച്ചടിയായ ഒരു വ്യക്തിയുണ്ട്, അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി മാപ്പ് സാക്ഷിയാക്കിയ ഒരു വ്യക്തി. നമ്മൾ മുൻ വാർത്തകളിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇതെല്ലാം BJP മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ എങ്ങനെയെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം. എന്തായാലും നിലവിൽ ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ മാറ്റണോ അല്ലെങ്കിൽ വേണ്ടയോ. ഒരുപക്ഷെ മാറ്റണോ എന്ന് പറഞ്ഞാണെങ്കിൽ അത് BJPക്ക് നേരത്തെ പറഞ്ഞ പോലെ അനുകൂലമായിരുന്നേനെ, അടപടലം AAP പാർട്ടി ഈ വഴി തെറ്റിയനെ. അത് തന്നെയാണ് പറയാൻ വന്നതും. കോടതി നിലവിൽ താക്കീത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹർജിക്കാരനെതിരെയാണ്. കാരണം 3 പ്രാവശ്യം കോടതിയെ ശല്യപ്പെടുത്തുക ഈ സന്ദീപ് കുമാർ എന്ന് പറയുന്ന മുൻ MLA ആയിരുന്ന AAP പാർട്ടിയുടെ മുൻ MLA ആയിരുന്ന ഈ ഒരു ഹർജിക്കാരൻ രൂക്ഷ വിമർശനമാണ് കോടതി അദ്ദേഹത്തിന് വേണ്ടി നടത്തിയിരിക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഇല്ല. വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് വരിക എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന്. ഇതിനെതിരെ രൂക്ഷ വിമർശനമായിട്ടാണ് ഹൈക്കോടതി പോലും ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഒരു 50,000 രൂപയുടെ പിഴ അടയ്ക്ക് പറയുകയും ചെയ്തു. ഇതെല്ലാം നടക്കുമ്പോഴും BJP ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്, AAP പാർട്ടിയെ തകർക്കാം, ഡൽഹി പിടിച്ചെടുക്കാം. ഇത് നടക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇനി രാഷ്ട്രപതിയും ഗവർണറോ ഇതിൽ ഇടപെട്ടാലും അത് നടക്കാൻ പോകുന്നില്ല. വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകും. അല്ലെങ്കിൽ ഇവര് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. ഇന്നിനി നോക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ കണ്ടിരുന്നു.